ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു, തിരുദൂതരെ, എൻ്റെ നാട്ടുകാർക്ക് ഞാനാണ് ഇമാമായി നിസ്കരിക്കാറുള്ളത്. പക്ഷേ മഴ പെയ്താൽ മഴ കാരണം വെള്ളം നിറഞ്ഞ് എനിക്ക് പള്ളിയിലേക്ക് പോകാനോ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനോ കഴിയാറില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് നിസ്കരിക്കണം. എന്നിട്ട് എനിക്കതൊരു മുസല്ലയാക്കണം, നിസ്കരിക്കുന്ന സ്ഥലമാക്കണം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ ഒരു പൂർവാഹന നേരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ബാന്റെ വീട്ടിലെത്തി. എന്നിട്ട് സമ്മതം ചോദിച്ച് കയറുന്നതിന് മുമ്പേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്ബാനോട് ചോദിച്ചു, എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? അവ നിസ്കരിക്കാനുള്ള പ്രത്യേക സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും അങ്ങോട്ട് ചെല്ലുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇമാമായി നിസ്കരിച്ചു. കുറച്ച് ആളുകളൊക്കെ പിറകിൽ കൂടി 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. അങ്ങനെ ഇത്ബാന്റെ വീട്ടിൽ ചെറിയ ഒരു പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി സദസ്സിലേക്ക് കടന്നു വന്നു. തൻ്റെ പിതാവിനെ അന്വേഷിച്ചു വന്നതാണ്. അങ്ങനെ ആൺകുട്ടി പിതാവിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ പിതാവ് ഒരു മടിയിൽ ആ ആൺകുട്ടിയെ ഇരുത്തി ഒന്ന് തലോടി അവിടെ ഇരുത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി ആ സദസ്സിലേക്ക് കടന്നു വന്നു. അതും ഈ പിതാവിൻ്റെ അടുത്തേക്ക്, നേരത്തെ ആൺകുട്ടി വന്ന ആളുടെ അടുത്തേക്ക് അവരും വരികയും അവരെ വന്ന സമയത്ത് ഒന്ന് തലോടി നിലത്തിരുത്തുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബിയോട് ചോദിച്ചു, നിന്റെ മറ്റേ മടി ഒഴിഞ്ഞിരിക്കുകയല്ലേ, അവിടെ ഇരുത്തിക്കൂടായിരുന്നോ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി മകളെ മറ്റേ മടിയിൽ ഇരുത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ നീ നീതി കാണിച്ചു.